ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മജന്ത കളറിലെ ഡേയ്സിയുടെ കുറച്ച് തൈകളും സെയിലിന് റെഡി ആയിട്ടുണ്ട്. പലപ്പോഴും വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇതിൻ്റെ തൈകളുണ്ടോ എന്ന്. ഇത് മറ്റ് വെറൈറ്റികളേക്കാൾ ഒരിത്തിരി ഡേയ്സി വെറൈറ്റിയേക്കാൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്, 100 രൂപയാണ്. മജന്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മജന്ത കളറാന്ന് പറയാം, അല്ലെങ്കിൽ റെഡ് ആണോ എന്ന് ചോദിച്ചാൽ റെഡാന്ന് പറയാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. അത് എൻ്റെ വീഡിയോയിൽ ക്യാമറയ്ക്കകത്ത് അതിൻ്റെ ഭംഗി മുഴുവൻ കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. ചിലതിലൊക്കെ മൊട്ടോട് കൂടിയതാണ്, ചിലതിൽ മൊട്ടില്ലാത്തതാണ്. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. റേറ്റ് 100 രൂപ. ഡെയ്സി വയലറ്റിൻ്റെ അടുക്കിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 60 രൂപയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലാണ് തൈകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു പൂ കഴിയുമ്പോൾ ആ പൂവെല്ലാം വളർന്ന് വിരിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോട്ടിലുള്ള തൈകൾ നല്ല രീതിയിൽ വളർന്നു വരും. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പോട്ടിൽ ഇത് നടാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുകയും പ്രൊപ്പഗേഷനും ഈസി ആയിരിക്കും. ഡെയ്സി അടുക്കിൻ്റെ തന്നെ ലൈറ്റ് പിങ്ക് കളറിലെ ഡെയ്സിയുടെ കുറച്ച് തൈകളും സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ പൂവായിട്ടുള്ള ചെടി ഇല്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ പൂവിൻ്റെ പിക്ചർ കാണിക്കാം. റേറ്റ് 60 രൂപയാണ്. ലൈറ്റ് പിങ്ക് കളർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബേബി പിങ്ക് കളർ എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലുള്ളൊരു പിങ്ക് കളറാണ്. നല്ല ഡാർക്ക് മജന്ത കളറിൽ ഉണ്ട്, സെയിലിന് വേണ്ടി അതും റെഡി ആയിട്ടുണ്ട്, അതും കാണിക്കാം. ഇത് ലൈറ്റ് ഒരു ബേബി പിങ്ക് കളർ ആയിട്ടുള്ള ഡെയ്സിയുടെ തൈകളാണ് കേട്ടോ. ഡെയ്സി വൈറ്റിൻ്റെ കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. സിംഗിൾ പെറ്റലിൻ്റെയാണ്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 40 രൂപയാണ്. ഡെയ്സി വെറൈറ്റികളെല്ലാം വളരെ ഈസിയാണ് പിടിപ്പിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ ചോട്ടിലാണ് നമുക്ക് തൈകൾ ഉണ്ടാകുന്നത്. അപ്പം പൂക്കൾ കഴിയുന്ന ചെടി മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള തൈകൾ നല്ല രീതിയിൽ വളർന്നു വന്ന് പൂക്കളുണ്ടായിക്കൊള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ വളമിട്ട് കൊടുത്താൽ മതി. അതുപോലെ വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ അത്യാവശ്യം വാവട്ടമുള്ള ഒരു നല്ല ചട്ടിയിൽ നടാൻ ശ്രദ്ധിക്കണം. അയച്ചിരുന്നതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ട്യൂബറോസിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് 60 രൂപയാണ്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഭംഗിയാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണ്. കാരണം നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക്. മുല്ലപ്പൂ പോലത്തെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. വൈറ്റ് കളറിലെ ചെടികളുടെ പൂക്കളെല്ലാം വൈകുന്നേരങ്ങളിലാണല്ലോ വിരിയുന്നത്. അപ്പോൾ ആ നേരത്ത് നമ്മുടെ വീടിന് ചുറ്റും നല്ലൊരു സ്മെല്ല് ആയിട്ട് തോന്നും. കാരണം വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പം അത് നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും, ഇതിൻ്റെ ആ പൂക്കളുടെ സ്മെല്ല്. പ്ലാന്റ് സൈസ് ഇതാണ്. റേറ്റ് 60 രൂപ തന്നെയാണ്. അടീന്യത്തിൻ്റെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കളറിലെ ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകളുണ്ട്. അതേപോലെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെയും തൈകളുണ്ട്. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ്. ഇതുപോലെ കോട്ടക്സൊക്കെ ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഇത് സിംഗിൾ പെറ്റലാണ്. സിംഗിൾ പെറ്റലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. വിത്തിട്ട് മുളപ്പിച്ച പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കോട്ടക്സൊക്കെ ഉള്ള നല്ല പ്ലാന്റ് തന്നെയാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു ഷൂട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. റേറ്റ് 50 രൂപയാണ്. വയലറ്റിൻ്റെയും വൈറ്റിൻ്റെയും ചേരുന്നൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ പൂക്കൾ.
ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്നൊരു വെറൈറ്റി അല്ല. അതുപോലെ തന്നെ നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയും കൂടിയാണിത്. ഗ്രൗണ്ട് ഓർക്കിഡ് നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. കാരണം പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരു വെറൈറ്റിയാണ്. കാരണം അതിൻ്റെ അടിയിലെ ആ കിഴങ്ങ് നശിച്ചു പോയാലാണ് ചെടികൾ പോകുന്നത്. ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സിൽ നടാനായിട്ട് ശ്രദ്ധിക്കണം. വിങ്ക പിങ്കിൻ്റെയും വയലറ്റിൻ്റെയും കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ കളറിലെ പൂക്കളുള്ള ചെടികളുടെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. റേറ്റ് 40 രൂപയാണ്. വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ്. ഇപ്പം നല്ല പൂക്കളാവുന്ന സമയമല്ലേ, അപ്പോൾ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന ഒരിത് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിറയെ പൂക്കളൊക്കെ വേണമെന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് വിങ്ക. വലിയ കെയറിങ് ഒന്നും വേണ്ട. അത്യാവശ്യം ഒരു നല്ല വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിറ്റോണിയ പിങ്കിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ് മുറിച്ചോ അല്ലെങ്കിൽ വിത്തിട്ടോ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിറ്റോണിയ നടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നല്ല അത്യാവശ്യം വെയിൽ കിട്ടുകയും വേണം. ഇപ്പോൾ ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മഴയൊന്നും വീഴാത്ത രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിൻ്റെ പൂക്കളുണ്ടാകുകയും നല്ല രീതിയിൽ പുതിയ തൈ ഉണ്ടാക്കി എപ്പോഴും നമുക്ക് ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഗ്രീൻ ഇസഡിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 70 രൂപയാണ്. ഇസഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഡ്രോയിങ് റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ വെയിൽ കാണിച്ച് പിന്നെയും തന്നെ നമുക്ക് അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. കോളിസിൻ്റെ കുറച്ച് കട്ടിങ്ങുകളും സെയിലിന് റെഡി ആയിട്ടുണ്ട്. കട്ടിങ് റേറ്റ് 10 രൂപയാണ്. ഞാൻ സെയിലിന് റെഡിയായ കുറച്ച് ഐറ്റംസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുഴുവനും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിലിനുള്ള കോളിസ് ചെടികളുടെ പിക്ചർ ഇട്ട് തരാം. അതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.